ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലെ പാർട്ട് 1 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നോക്കാം. ബ്രാഞ്ച് അക്കൗണ്ട്സ് മൊഡ്യൂൾ 4 ബികോം സെം 2ൻ്റെ 4th മൊഡ്യൂളാണ് ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സെക്ഷൻ. അപ്പം എന്താണ് ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. വിത്ത് എ വ്യൂ ടു ഇൻക്രീസ് സെയിൽസ്, ബിസിനസ് കൺസേൺസ് ഓഫൺ സ്പ്ലിറ്റ് ദെയർ ബിസിനസ് ഇൻ ടു ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓർ പാർട്സ്. അതായത് ഇപ്പോൾ ബിസിനസ്സിന് സെയിൽസ് കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരു ബിസിനസ് സ്ഥാപനം അവർ എന്ത് ചെയ്യാം, അവരുടെ ബിസിനസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് പല ഡിവിഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ പല ഭാഗങ്ങളോ ആക്കി ഡിവിഷൻസ് ആക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? ഒരു ബിസിനസ് സ്ഥാപനം തൻ്റെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെ പല പാർട്ടാക്കുന്നുണ്ടെങ്കിൽ പല ഡിവിഷനാക്കി മാറ്റുന്നു. സച്ച് ഡിവിഷൻസ് മേ ബി എയ്തർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ബ്രാഞ്ചസ്. ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ബ്രാഞ്ചസ് ആയിട്ടായിരിക്കും. ബിസിനസ്സിൽ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, പല ഭാഗങ്ങളാക്കി മാറ്റുന്നു, പല ഡിവിഷനുകളാക്കി മാറ്റുന്നു. അതിന് നമ്മൾ ആ പല ഡിവിഷൻ അല്ലെങ്കിൽ പല ഭാഗങ്ങളാക്കി മാറ്റുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് നോക്കാം. If all the parts or divisions are located under the same roof or in the same building. If all the parts or divisions, എല്ലാ പാർട്സും അല്ലെങ്കിൽ എല്ലാ ഡിവിഷൻസും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെയിം ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരേ ബിൽഡിങ്ങിലാണെന്ന് വയ്ക്കുക. ഓക്കെ, ഒരേ ബിൽഡിങ്ങിലാണ് പല പാർട്സും വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ ബിസിനസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇഫ് ഓൾ ദ പാർട്സ് ഓർ ഡിവിഷൻസ് ആർ ലൊക്കേറ്റഡ് അണ്ടർ ദ സെയിം റൂഫ് ഓർ ഇൻ ദ സെയിം ബിൽഡിംഗ്, എല്ലാ പാർട്ടും ഒരു ബിൽഡിങ്ങിൻ്റെ അകത്താണുള്ളതെങ്കിൽ അതിനെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ ബിസിനസ് എന്ന് പറയുന്നു. ആൻഡ് ഈ സച്ച് ഡിവിഷൻ എ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ഓരോ ഡിവിഷനുകളെന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ വിൽപ്പന കൂട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ് എന്ത് ചെയ്യുന്നു, പല പല ഡിവിഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ആക്കുന്നു. അതിൽ ഒരു ഡിവിഷനാണ് നമ്മളിങ്ങനെ ഡിവിഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ആയിരിക്കും. ഇനി എന്താണ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ വേരിയസ് പാർട്സ് ഓർ ഡിവിഷൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സെയിം സിറ്റി. അതായത് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗങ്ങൾ അല്ലെങ്കിൽ പല ഡിവിഷനുകൾ എന്ന് പറയുന്നത് ഒരേ സിറ്റിയുടെ പല ഭാഗത്തായിരിക്കും. സെയിം സിറ്റിയുടെ ഡിഫറെൻറ്റ് പാർട്സിലോ അല്ലെങ്കിൽ ഓർ ഇൻ ഡിഫറെൻറ്റ് സിറ്റീസ് ഓഫ് ദ സെയിം കൺട്രി, ഒരേ രാജ്യത്തിൻ്റെ പല ഭാഗത്തോ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലോ, അതിനെയാണ് നമ്മൾ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ചസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പല സ്ഥലത്താണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തരാം. ലുലു മാൾ എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിൽ എറണാകുളത്തും ഉണ്ട്, തിരുവനന്തപുരത്തും ഉണ്ട്. ഇപ്പോൾ ലുലു മാളിൻ്റെ ബ്രാഞ്ചാണ് അവിടെ ഉള്ളത്. ഓക്കെ, അതേപോലെ ലുലു മാൾ പല രാജ്യങ്ങളിലുണ്ട്, ഇല്ലേ? അപ്പോൾ ഇതൊക്കെ ബ്രാഞ്ചസ് ആണ്. അപ്പം ബ്രാഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ രാജ്യത്തിൻ്റെ പല സിറ്റികളിൽ വരാം, അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ വരാം, അല്ലെങ്കിൽ ഒരേ സിറ്റിയിൽ തന്നെ പല ഭാഗങ്ങളിൽ വരാം. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സെയിം സിറ്റി, ഒരേ സെയിം സിറ്റിയുടെ പല ഭാഗങ്ങളിൽ വരാം. അതിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറഞ്ഞത്. ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന ബ്രാഞ്ച് ഒരു സ്ഥലത്ത് ഇന്ന ഷോപ്പിൻ്റെ ബ്രാഞ്ച് ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയില്ലേ. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാർട്സ് അല്ലെങ്കിൽ ഡിവിഷൻസ് എന്ന് പറയുന്നത് സെയിം ബിൽഡിങ്ങിലാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റും, ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സെയിം സിറ്റി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സിറ്റീസ് ഓഫ് ദ സെയിം കൺട്രി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രി, പല രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഒരേ രാജ്യത്തിൻ്റെ പല സിറ്റികളിൽ അല്ലെങ്കിൽ സെയിം സിറ്റിയുടെ പല ഭാഗങ്ങളിൽ, ഇതിനെയൊക്കെയാണ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ നോക്കാം നമുക്ക്. ബ്രാഞ്ചസ് ആർ ഓഫ്സ്പ്രിങ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്, സെറ്റപ്പ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ബൈ എ പാരൻ്റൽ ഓർഗനൈസേഷൻ. പല സ്ഥലങ്ങളിലായിരിക്കും ബ്രാഞ്ച് ഉണ്ടാകുന്നത്. ഒരു പാരൻ്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം തുടക്കത്തിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നല്ലേ പിന്നെ പല സ്ഥലങ്ങളിൽ ബ്രാഞ്ചസ് ആവുക.
ഓക്കെ, അതിനെ ആദ്യം വന്നതാണ് പാരൻ്റൽ ഓർഗനൈസേഷൻ. അതിനെയാണ് നമ്മൾ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്, നോൺ ആസ് ദ ഹെഡ് ഓഫീസ്. അപ്പോൾ ബ്രാഞ്ചസ് ആർ ഓഫ് സ്പ്രിംഗ് ഓർഗനൈസേഷൻ സെറ്റപ്പ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ബൈ എ പാരൻ്റൽ ഓർഗനൈസേഷൻ നോൺ ആസ് ദി ഹെഡ് ഓഫീസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഇറ്റ്സ് സെയിൽസ്, ടെറിട്ടറി ആൻഡ് സെയിൽസ് വോളിയം. എന്തിനാണ് നമ്മളിങ്ങനെ ബ്രാഞ്ച് കൊണ്ടുവന്ന് നമ്മുടെ സെയിൽസ് കൂട്ടുക, സെയിൽസ് വോളിയം കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇത് കൊണ്ടുവരുന്നത്. The head office establishes and controls the activities of different branches through its centralized system. Head office ആയിരിക്കും. ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? പാരൻ്റൽ ഓർഗനൈസേഷൻ. പാരൻ്റൽ ഓർഗനൈസേഷൻ ആണ് ഈ ബ്രാഞ്ചസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത്. ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം പോലെ എല്ലാ ബ്രാഞ്ചസും കൺട്രോൾ ചെയ്യുന്നത് പാരൻ്റൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഹെഡ് ഓഫീസാണ്. Branches may be broadly classified into two, inland branches and foreign branches. നമുക്ക് ബ്രാഞ്ചസിനെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം. ഇൻലാൻഡ് ബ്രാഞ്ചസ് എന്നും ഫോറിൻ ബ്രാഞ്ചസ് എന്നും പറഞ്ഞ് 2 ടൈപ്സ് ക്ലാസിഫൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബ്രാഞ്ചസ്? ബ്രാഞ്ചസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? 1 branch at 1 place. യൂഷ്വലി ദെയർ വിൽ ബി ഓൺലി 1 branch at 1 place. സാധാരണ രീതിയിൽ ഒരു സ്ഥലത്ത് ഒരു ബ്രാഞ്ചാണുള്ളത്. യൂഷ്വലി 1 branch at 1 place. ഈവൻ ഇഫ് ദെയർ ആർ മോർ ബ്രാഞ്ചസ്, ഇപ്പം ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് എങ്കിൽ, ഒരു സ്ഥലത്ത് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് പല ബിൽഡിങ്സിലായിട്ടായിരിക്കും. അല്ലാതെ എല്ലാം കൂടെ ഒരിടത്ത് കൊണ്ടുവരില്ല, പല ബിൽഡിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. ഒരു സ്ഥലത്ത് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് പല പല ബിൽഡിങ്സിലായിരിക്കും. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഓൾമോസ്റ്റ് ഓൾ ബ്രാഞ്ചസ് ഡീൽ ഇൻ സെയിം ടൈപ്സ് ഓഫ് ഗുഡ്സ് ഓർ ഇൻ സെയിം ലൈൻ ഓഫ് ആക്ടിവിറ്റീസ്. എല്ലാ ബ്രാഞ്ചസും പൊതുവെ ഒരേ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത്. അല്ലാതെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ജ്വല്ലറി ആണെങ്കിൽ അവർ പിന്നെ ഹൈപ്പർ മാർക്കറ്റ്, അങ്ങനെയില്ല. ഒരു സ്ഥലത്ത് പാരൻ്റൽ ഓർഗനൈസേഷൻ എന്ത് ഐറ്റമാണോ ഡീൽ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും സാധാരണഗതിയിൽ എല്ലാ ബ്രാഞ്ചസും ഡീൽ ചെയ്യുന്നത്. ദെൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ബ്രാഞ്ചസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ബ്രാഞ്ചസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആരാണ്? ഹെഡ് ഓഫീസാണ്. ഹെൻസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ ബ്രാഞ്ചസ് ആർ മെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. അതുകൊണ്ട് തന്നെ ഈ ബ്രാഞ്ചസിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ആരായിരിക്കും? ഹെഡ് ഓഫീസായിരിക്കും. Profit at branch. As the branches are established by the head office. Branches establish ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആയതുകൊണ്ട് the entire profit of the branches goes to the head office. അതുകൊണ്ട് തന്നെ ബ്രാഞ്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഹെഡ് ഓഫീസ് ആയതുകൊണ്ട് ബ്രാഞ്ചിൽ നിന്ന് കിട്ടുന്ന ലാഭം മൊത്തവും എവിടേക്ക് പോകും? ഹെഡ് ഓഫീസിലേക്ക് പോകും. Then next, segregation of branches. The branches are units physically segregated from the head office. They are established at different places. അതായത് ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഹെഡ് ഓഫീസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്താണ് വരുന്നത്. ഇപ്പോൾ ലുലു മാൾ ദുബായിലുണ്ട്, എറണാകുളത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അവിടെ നിന്ന് മൊത്തം ഒരു യൂണിറ്റായിട്ട് മാറിയാണ് ഒരു ബ്രാഞ്ച് വരുന്നത്. എന്നിട്ടത് പല സ്ഥലങ്ങളിൽ കൊണ്ടുവരും. എന്തിനാണിത്? സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. Expense at the branch. All expenses at the branch are usually met through remittances from head office. അതായത് ഓരോ ബ്രാഞ്ചിൽ നിന്നുള്ള എല്ലാ എക്സ്പെൻസുകളും എല്ലാ റെമിറ്റൻസും എല്ലാം നോക്കുന്നത് ആരായിരിക്കും? ഹെഡ് ഓഫീസ് ആയിരിക്കും. Then designing of the branches. All the branches are designed in such a way that they look alike. എല്ലാ ബ്രാഞ്ചസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരുപോലെ ആയിരിക്കും. ഏകദേശം ഒരേ ഡിസൈൻ ആയിരിക്കും എല്ലാ ബ്രാഞ്ചസിനും എന്ന് പറയുന്നത്. ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്, പേർപ്പസ്, ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ റോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ദ ബ്രാഞ്ച്. The head office has to know the profit or loss at each branch in order to measure the efficiency of each branch. അതായത് ഒരു ഹെഡ് ഓഫീസിന് ഓരോ ബ്രാഞ്ചിലത്തെയും പ്രോഫിറ്റും ലോസും അറിയണം. ഓക്കെ, ഓരോ ബ്രാഞ്ചിലത്തെയും ലാഭനഷ്ടങ്ങൾ ഒരു ഹെഡ് ഓഫീസിന് അറിയണം. ആ ഓരോ ബ്രാഞ്ചിൻ്റെയും എഫിഷ്യൻസി അറിയുന്നതിനേക്കാൾ ഉപരി ലാഭനഷ്ടമാണ് അറിയേണ്ടത്. അവർ ഓൾറെഡി എഫിഷ്യൻ്റ് ആയതുകൊണ്ടാണല്ലോ പല സ്ഥലത്ത് ബ്രാഞ്ചസ് കൊണ്ടുവന്നത്. സോ ഹെഡ് ഓഫീസിന് അറിയേണ്ടത് ആ ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റും ലോസുമാണ്. സെക്കൻഡ് പോയിന്റ്,
The head office has to ascertain the financial position of each branch on a particular date. ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഹെഡ് ഓഫീസിന് എന്ത് ചെയ്യണം? ഓരോ ബ്രാഞ്ചിൻ്റെയും ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഇപ്പോഴുള്ള കറണ്ട് അവസ്ഥ എന്താണെന്ന് അറിയണം. ഇറ്റ് ഈസ് ഹൈലി എസെൻഷ്യൽ ഫോർ ഫിനാൻഷ്യൽ പ്ലാനിങ്. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് ഫിനാൻസ് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Then next point, in order to meet the statutory requirements as to audit of the accounts of branches of a company, ഓരോ കമ്പനിയുടെയും ബ്രാഞ്ചസും ഓഡിറ്റ് ചെയ്യണം. ഓഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും, ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഓരോ ബ്രാഞ്ചസിലും പ്രോപ്പറായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് വേണം. The branches as well as the head office have to maintain proper accounts. ബ്രാഞ്ചസിനും ഹെഡ് ഓഫീസിനും പ്രോപ്പറായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഓഡിറ്റിങ്ങും ഫിനാൻഷ്യൽ പൊസിഷനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. Then next, often a branches are to be given commission either on the basis of sales or on the basis of profits. അതായത് നോർമലായിട്ടും നമ്മൾ ഓരോ ബ്രാഞ്ചുകൾക്കും കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ കമ്മീഷൻ കൊടുക്കുന്നത് ഒന്നെങ്കിൽ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ സെയിൽസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ടു കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കമ്മീഷൻ പേയബിൾ ടു ബ്രാഞ്ച് ഓഫീഷ്യൽസ്, പ്രോപ്പർ ബുക്സ് ആർ ടു ബി മെയിൻറ്റെയിൻഡ്. അപ്പം നമ്മൾ ഓരോ ബ്രാഞ്ചിനും എത്ര കമ്മീഷൻ കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ പോലും നമ്മൾ അവിടെ പ്രോപ്പറായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താലേ പറ്റുള്ളൂ. ദെൻ അടുത്ത പോയിൻറ്റ്, ഇൻ ഓർഡർ ടു ടേക്ക് ഡിസിഷൻ ആസ് ടു എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. നമ്മളിപ്പോൾ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണെന്ന് തീരുമാനിക്കുകയാണ്. പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് ബ്രാഞ്ച് ആൻഡ് ടൈപ്പ് ഓഫ് ബിസിനസ് ഈസ് ടു ബി അസർട്ടൈൻ. നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അവിടുത്തെ ലാഭം, ആ ബ്രാഞ്ചിൻ്റെ ലാഭം എന്താണ്, അവിടുത്തെ ടൈപ്പ് ഓഫ് ബിസിനസ് എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ പോലും ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് പ്രോപ്പർ ബുക്സ് ആർ മെയിൻറ്റെയിൻഡ്. പ്രോപ്പറായിട്ടുള്ള ബുക്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവിടെ ഇപ്പോൾ ലാഭമാണോ, എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റി നമ്മുടെ ബിസിനസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Then to give concentrate suggestions for the improvement in the working of the various branches, proper books of accounts are to be kept. അതായത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ല സജഷൻസും ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും പല ബ്രാഞ്ചസിൻ്റെയും ബുക്സ് ഓഫ് അക്കൗണ്ട് കിട്ടണം. അപ്പം ആ ബുക്സ് ഓഫ് അക്കൗണ്ട് കിട്ടിയാൽ മാത്രമേ ഇപ്പോൾ ആ ബ്രാഞ്ചിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അതിനനുസരിച്ച് നമുക്ക് ഒരു സ്ട്രോങ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സജഷൻ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പറായിട്ടുള്ള ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലായി. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാഞ്ചസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്? Branches are offspring organizations set up at different places by a parental organization. അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് എഴുതുന്നത്. ഒരു പാരൻ്റൽ ഓർഗനൈസേഷൻ ഉണ്ടാവും, അവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, നമ്മൾ ഇതാവുന്നതാണ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ബിൽഡിങ്ങിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ് വരുന്നതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ്സ്. ഓർഗനൈസേഷൻ്റെ സബ് യൂണിറ്റ്സ് ആണ്. ഈ സ്പെഷ്യലൈസ്ഡ് ഇൻ സം സെപ്പറേറ്റ് പ്രോഡക്ട്സ് ഓർ ആക്ടിവിറ്റി. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ഓരോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ്, ബ്രാഞ്ചസ് ആർ യൂണിറ്റ്സ് ഫിസിക്കലി സെഗ്രിഗേറ്റഡ് ഫ്രം ഹെഡ് ഓഫീസ്. ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടും ഹെഡ് ഓഫീസിൽ നിന്ന് വേറൊരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, സ്ഥാപിക്കുന്ന ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് എന്ത്, ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അതേസമയം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതേ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓപ്പറേറ്റ്സ് ഇൻ ദ സെയിം ബിൽഡിംഗ് അലോങ് വിത്ത് ദ മെയിൻ ഓഫീസ്. മെയിൻ ഓഫീസിനോടൊപ്പം തന്നെ അതേ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ബ്രാഞ്ചസ് പെർഫോംസ് ദ സെയിം ആക്ടിവിറ്റി ആസ് ദാറ്റ് ഓഫ് ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് എന്താണോ പ്രവർത്തിക്കുന്നത്, എന്താണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത് തന്നെയായിരിക്കും ബ്രാഞ്ചസും പ്രവർത്തിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലോ, ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഓപ്പൺ ടു ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടാനാണ്. പക്ഷെ ഒരിക്കലും ബ്രാഞ്ചസ് എന്ന് പറയുന്നത് എഫിഷ്യൻസി കൂട്ടാനല്ല. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. Branches are open to increase sales and sales territory of the business. Department are open to increase efficiency of the business.
Head office often fails to have control over branches as the branches are usually set up at far away places. ഒരിക്കലും ഒരു ഹെഡ് ഓഫീസിന് ഒരു ബ്രാഞ്ചിനെ പോയി നോക്കാനായിട്ടോ അവരുടെ എഫിഷ്യൻസി എത്രയാണെന്നോ ഒന്നും അളക്കാൻ പറ്റില്ല. കാരണം ഹെഡ് ഓഫീസ് ഡൽഹിയിലാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് ചിലപ്പോൾ കേരളത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഹെഡ് ഓഫീസിന് ബ്രാഞ്ചിൻ്റെ ഒരു ഓപ്പറേഷനോ അവിടുത്തെ എഫിഷ്യൻസിയോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയല്ല. സെയിം ബിൽഡിങ്ങിൽ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രോപ്പർ കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺട്രോൾ കൊടുക്കാൻ പറ്റും. കോൺസ്റ്റൻറ്റ് ടച്ച് വിത്ത് ദ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു ഹാവ് ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ ദ ബിസിനസ്. ഒരേ ബിൽഡിങ്ങിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺട്രോൾ കൊടുക്കാനായിട്ട് പറ്റും. ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ചസ് ക്യാൻ ബി ഇൻലാൻഡ് ആവാം ഓർ ഫോറിൻ ആവാം. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഷോൾ ഓൺലി ബി ഇൻലാൻഡ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻലാൻഡ് മാത്രമേ ഉള്ളൂ. ബ്രാഞ്ചസ് ഇൻലാൻഡുമുണ്ട് ഫോറിനുമുണ്ട്. ഓൾ ദ ബ്രാഞ്ചസ് ആർ ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ലുക്ക് എലൈക്ക്. എല്ലാ ബ്രാഞ്ചസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരുപോലെയാണ്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയല്ല. ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഡിസൈൻ ഡിസ്റ്റിങ്ക്റ്റ്ലി ആസ് പെർ റിക്വയർമെൻറ്റ്സ്. നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വേറിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. ബട്ട് എല്ലാ ബ്രാഞ്ചസുകളും എന്താണ്, ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഇത്രയാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. താങ്ക് യു എവരി വൺ.